ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇസ്ലാമാബാദിലുണ്ടായിരുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഇസ്ലാമാബാദിലേക്ക് വിളിപ്പിച്ച പാക് ഹൈക്കമ്മീഷണർ ഡൽഹിയിൽ തിരിച്ചെത്തും. 14-ന് പാക് പ്രതിനിധി സംഘം ഡൽഹിയിലെത്തുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താർപൂർ ഇടനാഴി സംബന്ധിച്ച ചർച്ചകൾക്കായി ഇന്ത്യൻ സംഘം 28-ന് ഇസ്ലാമാബാദിലെത്തുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സ്ഥിരീകരിച്ചത്. അതേസമയം പാകിസ്ഥാൻ F-16 യുദ്ധവിമാനം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറി. F-16 വിമാനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന അമ്രാം മിസൈലിന്റെ തെളിവുകൾ വ്യോമസേന പുറത്തുവിട്ടിരുന്നു. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് മാത്രമേ F-16 യുദ്ധവിമാനം ഉപയോഗിക്കാവൂ എന്നാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനിടെ ജമ്മു കാശ്മീരിലെ സുന്ദർബനി മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കനത്ത ഷെല്ലാക്രമണവും നടന്നു. ഇന്ത്യ ശക്തമായി ഇതിന് തിരിച്ചടിച്ചു. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൂന്നാമത്തെ വെടിനിർത്തൽ കരാർ ലംഘനമാണിത്. കരസേനാ മേധാവി ബിപിൻ റാവത്ത് രാജസ്ഥാനിലെ അതിർത്തി മേഖലകൾ സന്ദർശിക്കും. പാകിസ്ഥാന്റെ നിരീക്ഷക ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ട മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് കരസേനാ മേധാവിയുടെ സന്ദർശനം. എന്തായാലും പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിപ്പിച്ചത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണോ രൂക്ഷമാക്കാനാണോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാവുന്നതാണ്. അടിച്ചും തിരിച്ചടിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷവും പ്രകോപനങ്ങളും തുടരുമ്പോഴും ഇനി എന്താവും ഈ വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.